അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ 4 മണി തൊട്ടിട്ട് അലാറം അടിയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കണ്ണിങ്ങ് തുറന്ന് കിട്ടുന്നില്ല. അങ്ങനെ 4:24 നമ്മൾ പതുക്കെ കണ്ണൊക്കെ തുറന്ന് അലാറമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് പതിയെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇന്നെന്നല്ല എന്നും അങ്ങനെ തന്നെയാണ്. 4 മണിക്ക് അലാറം അടിയാൻ തുടങ്ങി. ഒരു 4:30 ആവും ഞാൻ കണ്ണ് തുറന്നൊന്ന് എഴുന്നേറ്റ് വരാനായിട്ട്. അപ്പോൾ ബാത്റൂമിലെല്ലാം പോയി ഒന്ന് ഫ്രഷായി നേരെ കിച്ചണിലേക്കാണ്. എന്താണെന്നല്ല, ഇന്ന് കുറച്ചധികം ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നബിദിനാണ്. അപ്പോൾ മദ്രസയിൽ മോൾക്ക് എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുപോകണം. അപ്പോൾ ഓൾ തലേ ദിവസം എൻ്റെ അടുത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിരുന്നു. കട്ട്ലേറ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ പൊരിച്ചാൽ മതിയല്ലോ. പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല തലേ ദിവസം കട്ട്ലേറ്റ് ഉണ്ടാക്കി വെക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ രാത്രി തന്നെ അരിയാടെ കുതിർത്ത് വെച്ച്, എന്തിനാണെന്നല്ലേ നമ്മൾ നെയ്യപ്പില്ല, വെള്ള നെയ്യപ്പം, അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ കുറച്ചുകൂടി എനിക്ക് രാവിലെ ചെയ്തെടുക്കാൻ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ഈ ഒരു നെയ്യപ്പാന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഗ്രൈൻഡറിലൂടെ അരി അരക്കാൻ ഇട്ടിട്ട് എൻ്റെ നിസ്കാരം ഓത്തും എല്ലാം ഒരു സൈഡിൽ നടക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് അരി കഴുകിയിട്ട് അവിടെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാം. എന്താ വെച്ചാൽ ആ ഒരു സമയത്തേക്ക് ഒരു ബാച്ച് അരിഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് രാവിലെ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഫസ്റ്റ് ബാച്ച് അരി ഇറക്കാനിട്ടിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നിസ്കരിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർ ഫസ്റ്റ് ബാച്ച് അരി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനില്ലേ ഗ്രൈൻഡറിൽ തന്നെ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് കുറച്ചധികം സമയം വെക്കാൻ നമുക്കിപ്പോൾ ടൈമില്ല. പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണമല്ലോ. മോൾക്ക് 7 മണിക്കേക്ക് മദ്രസയിൽ പോകണം. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഈ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അരി നല്ലപോലെ മാഷായി അരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് 2-3 സെക്കൻഡ്സ് നല്ലപോലെ അരച്ചെടുത്തിട്ട് മിക്സാക്കി വരുമല്ലോ. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് നല്ലപോലെ നന്നായി കിട്ടും. പിന്നെ ഗ്ലാസ് കണക്കിനാണ് ഞാൻ അപ്പത്തിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ആ ഒരു അപ്പം ഉണ്ടാക്കി ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ടെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഗ്രൈൻഡറിൽ അരി ഇടാൻ മെയിൻ കാരണം ഏർലി മോർണിംഗ് ആയതുകൊണ്ടും എനിക്ക് ഗ്രൈൻഡറിൽ അരി അരകുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ ജോലികൾ ചെയ്ത് തീർക്കാമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഗ്രൈൻഡർ എടുത്തത്. അല്ലെങ്കിൽ ഇതേ പ്രോസസ്സ് നമുക്ക് മിക്സി വെച്ച് ചെയ്യാം. മിക്സിയിലാവുമ്പോൾ നമ്മളത് പിടിച്ച് നിൽക്കണമല്ലോ അരി അരിഞ്ഞ് തീരുന്നത് വരെ. ഇതിപ്പോൾ കുറച്ചധികം അരിയും ഉണ്ട്, ഞാൻ മദ്രസയിലേക്ക് കൊടുത്തേക്കണം. ഓൾറെഡി അപ്പയെല്ലാം വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ കുറച്ച് ഉമ്മാക്ക് കൊടുക്കണം, എനിക്കും വേണം, കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. എല്ലാം കൊണ്ട് കുറച്ചധികം വേണം. അതുകൊണ്ട് തന്നെ അരി കുറച്ചധികം ഉണ്ടെന്താനും. എല്ലപ്പോൾ ഒന്നും ഉണ്ടാക്കൂലല്ലോ ഈ അപ്പം എന്ന് പറഞ്ഞ സംഭവമൊന്നും. വല്ലപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്ന അപ്പം അധികം എണ്ണ കുടിക്കലുമില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ അരി കുറച്ചധികം എന്നോട് ചൂട് കൂടിപ്പോയിട്ടുണ്ട് കുതിർത്തുന്ന സമയത്ത്. അതെനിക്ക് അരി അരക്കുന്ന സമയത്തേ മനസ്സിലായിട്ടുണ്ട്, ഓവർ സോക്കായി പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഓവറായിട്ട് അപ്പോൾ ചോന്ന് പോകുമോ സൈഡൊക്കെ എന്നുള്ള. അപ്പോൾ നല്ല ഫൈനായിട്ട് പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് അരച്ച് ഫസ്റ്റ് ബാച്ച് മാറ്റി വെച്ച് എന്നിട്ട് രണ്ടാമത്തെ ബാച്ചിൽ അരി ഇട്ട് കൊടുത്തിട്ട് സ്വബഹി നിസ്കാരത്തിനേക്ക് ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ. നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് വന്നിട്ടില്ല. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ കുറച്ച് ഖുർആൻ ഓതാൻ സമയമുണ്ട്. ഇനി ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിച്ചില്ല. അതുകൊണ്ടാട്ടോ നിസ്കാരക്കുപ്പായം കഴിക്കാതെ ഇങ്ങനെ കിച്ചണിൽ പോയി വരുന്നത്. കാരണം രാവിലത്തെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരക്കുപ്പായം കഴിക്കും. എന്നാലും എനിക്ക് നിസ്കാരക്കുപ്പായിട്ടിട്ട് കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തിട്ട് കുറച്ച് പ്രാക്ടീസാണ്. നമ്മൾ തറാവി നിസ്കരിക്കുന്ന സമയത്തൊക്കെ രാത്രി ഇടയ്ക്കൊന്ന് കിച്ചണിൽ വന്ന് പോകണമെങ്കിലൊക്കെ നമ്മളിങ്ങനെ അങ്ങ് വന്ന് പോകുന്നതല്ലേ. അപ്പോൾ രാവിലെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഡോറ് തുറന്നു വെക്കുക, കുറച്ച് നേരം വാതിക്കലിരിക്കുക. അതെല്ലാം എൻ്റെ ഒരു ഹാബിറ്റാണ്, പണ്ട് മുതലേ കൂടിയതാണ്. ഇപ്പോൾ ഇതുവരെ ഒഴിവാക്കാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ മടി, ചില ദിവസങ്ങളിൽ എന്തെങ്കിലും തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ദിവസം ഞാൻ ഫുള്ള് മൂഡ് ഓഫ് ആയിരിക്കും. എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഡോറ് തുറക്കാനും കുറച്ച് ഖുർആൻ ഓതാനും ഒന്നും സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ. പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ചെറുപ്പകാലത്ത് എന്ന് പറയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് കണ്ണ് തുറക്കുമ്പോൾ നല്ല ഖുർആൻ ഓത്ത് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേക്കുക. അന്ന് ഒരു 6-7 ക്ലാസ് പഠിക്കുന്ന സമയത്ത്, 5-6-7 ക്ലാസ് പഠിക്കുന്ന സമയത്ത്. കാരണം നമ്മളെ ഉപ്പാപ്പുണ്ട്, ഉപ്പാൻ്റെ ഉപ്പ നല്ലോണം ഓതുന്നുണ്ടാവും. രാവിലെ നമ്മൾ ഉറങ്ങിണിച്ച സമയത്ത് കേൾക്കും. പിന്നെന്താ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറിന്ന് വരുന്ന സമയത്ത് ഖുർആൻ ഓതുന്നുണ്ടാവും. വൈകുന്നേരം നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉപ്പാപ്പ അസർ നിസ്കരിച്ച് ഖുർആൻ ഓതുന്നുണ്ടാവും. മഗ്‌രിബ് ടു ഇശാ വരെ ഉപ്പാപ്പ ഖുർആൻ ഓതുന്നുണ്ടാവും.
അപ്പോൾ ഇത്രയും കേട്ടിട്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഇങ്ങനെ കൂടെ കൂടിക്കും നമുക്ക്. അന്നേരം ആ ഒരു സമയത്തൊന്നും അതിൻ്റെ വാല്യൂ അറിയില്ലേനു. പക്ഷേ ഇപ്പോൾ ഞാൻ അത് ആവർത്തിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ മക്കൾ ഞാൻ ഓതുന്ന കേട്ടിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും, ഇപ്പോഴതൊന്നും തലപ്പോകുന്നൊരു ടൈമല്ല, പക്ഷേ എന്തെങ്കിലും അവർക്കും അത് ആ ഒരു ബോധം വരും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഞാനത് ജീവിതത്തിൽ പകർത്തുന്നുണ്ട് ഇപ്പോൾ. അതേപോലെ എന്തെങ്കിലും അവരുടെ മൈൻഡിൽ കയറിയിട്ട് അവരും ഇതേപോലെ ചെയ്യുന്നുള്ളത്. അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളിക എടുത്തിട്ടാട്ടോ അപ്പോൾ ഇത് രാവിലെ കുടിക്കണം. അങ്ങനെ രണ്ടാമത്തെ അരി ഇട്ട് കൊടുത്ത് അതിനുശേഷം തൈറോയിഡിൻ്റെ ഗുളിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ നിസ്കാരത്തിനേക്കായിട്ട് പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കില്ലേ കുറച്ചധികം പണിയെന്ന് പറഞ്ഞത് നമുക്ക് അടപ്പായസം ഉണ്ടാക്കണം, പ്രഥമൻ ഉണ്ടാക്കണം, പരിപ്പ് പ്രഥമൻ, ഇത്രയും ജോലികൾ വേറെയും കിടപ്പുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ വഴിയേ പറയാം. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ചെറുതായിട്ട് വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്തേക്ക് എൻ്റെ അരി ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ബാച്ചും കൂടി ഉണ്ട് അരി ഫുള്ളായിട്ട് അരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ വെച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഓയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് കത്തുന്ന വിലയാണല്ലോ, വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഫ്ലേവർ അനുസരിച്ചിട്ട് അങ്ങനെ വെളിച്ചമൊക്കെ പതിയെ വരുന്നുണ്ട്. പക്ഷേ ചൂടില്ല, നല്ലൊരു ക്ലൈമറ്റാണ്. രാത്രി നല്ലൊരു മഴ പെയ്തിന്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ സമയത്തിൽ അപ്പം ചുടുന്നത് പ്രശ്നമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു കപ്പിലാണ് അപ്പം ചുട്ടെടുക്കുക. ഒഴിക്കാൻ എനിക്ക് കുറച്ചുകൂടി ഈസി, സ്പൂണിനാക്കാട്ടും ഇങ്ങനെ കപ്പിൽ ഒഴിച്ചെടുക്കും മാട്ട. അങ്ങനെ അപ്പം നല്ല സുന്ദരീ മണികളായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എന്നോട് അരി കുതിർന്നത് ചൂട് കൂടുതലായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡ് ചോന്ന് വരുന്നത് കേട്ടോ. നല്ല തൂവെള്ള അപ്പം അത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. അങ്ങനെ മോള് അതൊക്കെ എടുത്തിട്ട് മദ്രസയിലേക്ക് പോയി. അപ്പോൾ എല്ലാ അപ്പം ചുട്ടിട്ടുള്ള ആ ഒരു സമയത്തിൽ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ഞാൻ ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പോയിട്ട് കുറച്ചൊന്ന് കിടന്ന്, ഉറക്കം വന്നിട്ടില്ല, കിടന്ന് റിലാക്സ് ആയി. കാരണം അപ്പം ചുട്ട മസ്താവും നമുക്ക്. ചുടുന്ന സമയത്ത് മധുരം നോക്കാൻ 2 അപ്പം തിന്നുകയും ചെയ്തിട്ടുണ്ട്. ചായ കുടിച്ചിട്ടില്ല, അപ്പം മാത്രം. കാരണം മധുരം നോക്കി കഴിക്കേണ്ടി വന്നതാണ്. അപ്പോൾ അതിനെല്ലാം കൂടി നല്ലൊരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കിടന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് വന്നിട്ട് നല്ലോണം ചായ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്കിനി പായസത്തിൻ്റെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങണം. എന്താ വെച്ചാൽ നമ്മളിന്ന് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചൊരു സദ്യ കഴിക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. കുറേ ദിവസമായി പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഒരുത്തരുണ്ടാവില്ല, ഒരു ഫാമിലി ഉണ്ടാകും, മറ്റേ ഫാമിലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ ഡിലേ വന്നിട്ട് നമ്മൾ ഇന്നാണ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറുപയർ പരിപ്പ് പ്രഥമൻ വറുത്തത് നമുക്ക് കിട്ടും വാങ്ങിക്കാനായിട്ട്. പക്ഷേ ഞാനിപ്പോൾ വറുക്കാത്ത പരിപ്പാണ് വാങ്ങിയത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ തന്നെ വറുത്തിട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. വറുത്ത പരിപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വേവാത്ത പോലെ അങ്ങനെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഒരു പ്രാവശ്യം തോന്നിയതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഒന്നുമില്ല, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നല്ലോണം കൈ കൊണ്ട് തിരുമ്മിയെടുത്തിട്ട് ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് നല്ലപോലെ വറുത്തെടുത്താൽ മതി. ഒരു 10-15 മിനിറ്റ് എക്സ്ട്രാ ടൈം കാണണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പരിപ്പ് പ്രഥമൻ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എപ്പോഴും സദ്യ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക പരിപ്പ് പ്രഥമനാണ്. എൻ്റെ മക്കൾ പറഞ്ഞാൽ അടപ്രഥമൻ വെക്കാന്നുള്ള, അടപ്രഥമനാക്കാട്ടും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പരിപ്പ് പ്രഥമനാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ പരിപ്പ് പ്രഥമൻ തന്നെ സെറ്റാക്കി. അങ്ങനെ 2 പായസത്തിൻ്റെ ഡ്യൂട്ടിയാണ് എനിക്ക്. ഓരോരുത്തരും ഓരോ കറികളുമായിട്ട് വരുന്നതാണ് നമ്മളെ റൂള്. എന്നിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ട് സദ്യ കഴിക്കാന്നുള്ളത്. അങ്ങനെ രണ്ടാമത്തെ പായസത്തിൻ്റെ കാരമലൈസ് ചെയ്യാൻ വേണ്ടി പഞ്ചസാര വെച്ചു. ഇപ്പുറത്തെ അടുപ്പിൽ പാല് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഉമ്മ തേങ്ങ അപ്പുറത്തുനിന്ന് ഉരിച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. പാവം ചിരകാൻ കഴിയില്ല എന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞ് ചിരകേണ്ട ആവശ്യമില്ല, ഞാൻ ചിരകി എടുത്തോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ പാല് അടയും തിളക്കാൻ വെച്ച് കാരമലൈസ് ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് എനിക്ക് തേങ്ങ ചിരകാലോ. ഫസ്റ്റ് ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കറണ്ട് പോവോ, ഇനിയിപ്പോൾ ഓണായതുകൊണ്ട് കറണ്ട് പോവില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാനിങ്ങനെ തേങ്ങ ചിരണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം തേങ്ങ ചിരകുന്ന ആ ഒരു സമയത്ത് ഗ്യാസ് സ്റ്റവ് ഫ്രീ ആണ്. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ച് പാലട അങ്ങ് റെഡി ആയിക്കോട്ടെ എന്നുള്ളത്. അങ്ങനെയാണ് ഒരു സൈഡ് പാലട, ഒരു സൈഡിൽ പ്രഥമൻ്റെ പരിപ്പ് വെച്ചു. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 3-ാം പാൽ ഫസ്റ്റ് പിഴിയും, പിന്നെ 2-ാം പാൽ, പിന്നെ 1-ാം പാൽ. ആ ഒരു രീതിയിലല്ല എല്ലാവരും വേവിക്കുന്നത്. വെച്ചാൽ പിന്നെ കുക്കറെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ വിചാരിക്കും കുക്കർ എടുത്താൽ എന്തായാലും പിന്നെ തേങ്ങാപ്പാലെല്ലാം മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രം വലിച്ചെടുക്കണം. പിന്നെ ഇപ്പോഴത്തെ പരിപ്പൊന്നും അത്രയ്ക്ക് വേവൊന്നുമില്ല, പണ്ടത്തെ പോലെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വെച്ച് പിന്നെ എന്താണ് ഒരു പാത്രം മതിയല്ലോ, പിന്നെ എന്തിനാ വെറുതെ കുക്കർ. അതുകൊണ്ട് പിന്നെ കുക്കർ എടുത്തിട്ടില്ല. പിന്നെ കുക്കറിനകത്ത് ഇത്രയും വലിയ കുക്കറില്ല, അപ്പോൾ 2 പ്രാവശ്യം വേവിക്കണം, എല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ വിചാരിച്ച് ഈ ഒരു ചെമ്പ് തന്നെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് അങ്ങനെ അങ്ങ് വേവിച്ചെടുത്ത് പാലട നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിലേറ്റം ഇട്ടിട്ടില്ലേ, ഇട്ടിട്ടുണ്ട് മോള് കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് കേട്ടോ കാണിക്കാതിരുന്നത്. അപ്പോൾ പ്രഥമൻ നമ്മൾ തനിയെ വെക്കുന്നതൊക്കെ വെച്ചിട്ട് വേറെ തന്നെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രഥമനൊക്കെ വെക്കാനിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും
ചില ആൾക്കാർക്ക് ഉണ്ടാക്കാൻ മടിയാണ്, ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പ്രഥമൻ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. നമ്മളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നമുക്ക് ഈസി തന്നെ. ഞാൻ 2 പായസം സെലക്ട് ചെയ്ത് എന്താണെന്നാ, എനിക്ക് എന്താണോ കുടിക്കാനും തിന്നാനും ഇഷ്ടം ആ ഒരു റെസിപ്പീസ് എല്ലാം എനിക്ക് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഈ അപ്പം എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ചുടാൻ എനിക്ക് മടിയില്ല. അതേപോലെ തന്നെ പായസം എനിക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ മടിയില്ല. കറികളാണെങ്കിൽ 100 കൂട്ടം കഷ്ണങ്ങൾ കട്ട് ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കറിയൊന്നും ഏറ്റെടുത്തിട്ടില്ല. 2 പായസം എടുത്തു. ഉമ്മ പറഞ്ഞു 2 പായസം ഏറ്റെടുത്ത് എനിക്കാവോ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ അപ്പത്തിൻ്റെത് പെട്ടെന്നാണല്ലോ നമുക്ക് വന്നത്, കാരണം വെള്ളിയാഴ്ച ജുമ ദിവസമായതുകൊണ്ട് പരിപാടി കാര്യങ്ങളൊക്കെ ശനിയാഴ്ചത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് മദ്രസയിലത്തെ, അതുകൊണ്ടാണ് നമുക്ക് വെള്ളിയാഴ്ച നബിദിനത്തിന് പിന്നെ ഇങ്ങനെ സ്നാക്സ് കൊണ്ടുകൊണ്ട് വന്നത്. അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-ന് സാധാരണ മദ്രസയിൽ നബിദിനത്തിൻ്റെ മദ്രസയിൽ തന്നെ നാസ്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മളെന്ത് പറഞ്ഞാലും അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങ് പോകാമെന്നല്ലാണ്ട് മക്കളുടെ അടുത്ത് നോ പറയലൊന്നുമില്ല ഞാനൊരു കാര്യത്തിനും. പിന്നെ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ട് ഒന്നും കൊടുക്കലുമില്ല. അങ്ങനെ നമ്മളെ കൂട്ടാൻ നമ്മളെ കാർണൂർ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ആങ്ങള വന്നിട്ടുണ്ട്. ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിലുള്ള കുറേ നമ്മൾ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ. ഇപ്പം നമ്മൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പുതിയ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതാണ് ഇത്. നമ്മളെ മാമൻ്റെ വീട്, മാമൻ, കാർണൂർ, ഉമ്മാൻ്റെ ആങ്ങള എന്ന് 3 പേരുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രൊനൗൺസ് ആയിരിക്കുമല്ലോ ഓരോ സൈഡിലിപ്പോൾ. ചില ആൾക്കാർ മാമൻ എന്ന് പറയും, ചില ആൾക്കാർ നമ്മളിവിടെ കാർണൂർ എന്നാണ് പറയാം. അങ്ങനെ പിന്നെ ഈ ഒരു സദ്യ ഉണ്ടാക്കുന്നതിനെക്കാട്ട് ബുദ്ധിമുട്ട് വിളമ്പാനാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് ഈ അറിയില്ല കേട്ടോ, ഫസ്റ്റ് എന്താ വെക്കേണ്ടത്, ഫസ്റ്റ് ഏതാ കറി വയ്ക്കേണ്ടത്, അങ്ങനെയൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ആകെ അറിയുന്നൊരു കാര്യം, ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് ഒരു സദ്യ വേണം, അത്രയേ ഉള്ളൂ. കാരണം സോഷ്യൽ മീഡിയ തുറന്നാൽ പിന്നെ സദ്യ ആയിരിക്കും, അത് കാണുമ്പോൾ. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി സദ്യയൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഥകൾ പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഞങ്ങൾക്കും കൂടി ഒരു സദ്യ കഴിക്കണം. എപ്പോഴും നമ്മൾ സദ്യ ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഈ വർഷം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഒരുത്തേന്ന് ഉണ്ടാക്കിയിട്ട് ആക്കാമെന്നുള്ളൊരു ആദ്യ തോട്ട് വന്നു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുത്തേന്ന് ഉണ്ടാക്കുമ്പോൾ അത്രയും സമയവും ഒക്കെ വേണ്ട. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു ഓരോരുത്തർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ എന്താണോ പറ്റുന്നത് ആ ഒരു കറികൾ കൊണ്ട് ഓരോരുത്തർ വരാം. അങ്ങനെ സാമ്പാർ ഒരാൾ, ഓലൻ, കാളൻ, അവിയൽ, പച്ചടി, കൂട്ടുകറി, അങ്ങനെ പലതരം വിഭവങ്ങളുമായിട്ട് ഓരോരുത്തർ വന്ന് ഞാൻ 2 തരം പായസവും, അങ്ങനെ ഹാപ്പി ആയിട്ട് എല്ലാവരും എത്തി. 2 തരം ചോറ്, ഒരു കുറുവാരിയുടെ ചോറ്. കുറേ ആൾക്കാർക്ക് കുറുവാരി തന്നെ വേണം നിർബന്ധമുള്ള ആൾക്കാരുണ്ട്, ചില ആൾക്കാർക്ക് പൊന്നിയരി വേണം തന്നെ നിർബന്ധമുണ്ട്. അപ്പോൾ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. കുറുവാരീൻ്റെ ചോറ് വെച്ചിട്ട് പൊന്നിയരീൻ്റെ ചോറ് വെച്ചിട്ട്, ചോറ്, പപ്പടം, അങ്ങനെയൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓണത്തിൻ്റെ എന്നല്ല, ഞങ്ങൾക്ക് ഈ ഒരു ചോറും എല്ലാ കാര്യങ്ങളും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അത് എല്ലാ ദിവസവും ഇപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ ആർക്കും പോസിബിൾ അല്ലല്ലോ. പക്ഷേ ഇതിൽ ഉണ്ടാക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകറി കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ സാമ്പാറും അവിയലും പച്ചടിയും ആ ഒരു സിസ്റ്റമാറ്റി കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ടിപ്പോൾ പിന്നെ വല്ലപ്പോഴും ഞാൻ അവിയൽ മാത്രം ഉണ്ടാക്കും, കൂട്ടുകറി മാത്രം ഉണ്ടാക്കും. പക്ഷേ ആ ഒരു കഴിക്കുന്ന സമയത്ത് എന്തോ ഒരു പോരായ്മ ഉണ്ടാവും, ഉള്ള പോലെ തോന്നും. എൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും ബാക്കി എല്ലാ കറികളും കൂട്ടിയിട്ട് കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെ അത് മാത്രം ഉദ്ദേശിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസമല്ലേ അങ്ങനെ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പാടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ കൂടുതലായിട്ട് എവിടെ ചിന്തിച്ചിട്ടില്ല, അങ്ങനത്തെ തലങ്ങളിലൊക്കെ ഒന്നും പോയിട്ടില്ല. ജാതി മത ഭേദമന്യേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പണ്ട് മുതലേ ഓണം എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ വേറൊരു ആഘോഷങ്ങളും ഞങ്ങൾക്ക് അറിയേയില്ല, എങ്ങനെ ആഘോഷിക്കേണ്ടെന്നോ അറിയില്ല, ഒന്നുമല്ല. ആകെ അറിയാൻ സാമ്പാറും ഇത്രയും കറികൾ ഉണ്ടാക്കി ചോറുന്നാൽ മാത്രമേ അറിയുള്ളൂ. അല്ലാണ്ട് വേറൊരു പല കളികളുണ്ടല്ലോ, ഓണക്കളികൾ അങ്ങനത്തെ, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ വിചാരിക്കില്ല ഇതെന്തെന്നാ ബാക്കിയുള്ളൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് എന്താണോ അറിയുന്നത് അതേപോലെ ഞങ്ങൾക്ക് ഈ സദ്യ കഴിക്കണം മെയിനായിട്ട്. എന്തിനാണെന്നുള്ള ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയേണ്ട ഇത്ത കഴിച്ച തെറ്റായിപ്പോയി, അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല അന്ന്. ഇപ്പോൾ സാമ്പാർ ആദ്യം ഒഴിക്കണമെന്നോ വലിയ പരിപ്പാണോ ആദ്യം ഒഴിക്കേണ്ടത്, ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ. ആദ്യം പരിപ്പും നെയ്യും കൂട്ടിയിട്ടാണോ, പിന്നെ സാമ്പാർ കൂട്ടിയിട്ടാണോ, പിന്നെ എന്ത് കൂട്ടിയിട്ടാണെന്നൊന്നും അറിയില്ല. പക്ഷേ എന്ത് കൂട്ടിയാലും ഭയങ്കര ടേസ്റ്റാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ലേ. പിന്നെ എല്ലാ കറികളും അടിപൊളി കറികളേനും, കാരണം എല്ലാവരും സൂപ്പർ കുക്കുമാരാണ് നമ്മുടെ ഫാമിലിയിലുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എന്തിനാ സദ്യ കഴിക്കുന്നത്, ഈ ഒരു സംഭവത്തിന് വേണ്ടി മാത്രം. കാരണം ആ ഒരു ലാസ്റ്റ് നിമിഷത്തെ പായസവും പപ്പടവും പഴവും ശരിക്കും ഈ ഒരു സാധനം കഴിക്കാമെന്നുള്ള ആ ഒരു നമുക്കിഷ്ടം ഉണ്ടാവുമല്ലോ, ആ ഇഷ്ടം കൊണ്ടാണ് ഈ സദ്യ ഉണ്ടാക്കുന്ന
മെനക്കേട്. ഞാനാ ഫസ്റ്റ് അധികവും പറയാം സദ്യ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വേറെ പണിയൊന്നുമില്ല, എന്തൊരു ബുദ്ധിമുട്ടാന്നുള്ള. പക്ഷേ ബിരിയാണി ഉണ്ടാക്കാൻ ഈസിയാണ്, ബിരിയാണി സെർവ് ചെയ്യാൻ ഈസിയാണ്, ഒക്കെ ഈസിയാണ്. പക്ഷേ സദ്യ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്, അത് സെർവ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ലാസ്റ്റ് ഫൈനലി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതൊന്നൊന്നര പിന്നെ ഒരു ഫീലിങ്സ് ആട്ടാ. ഒരു പായസവും പപ്പടവും അഡാറ് ടേസ്റ്റിലും. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്, പാലടയും പരിപ്പ് പ്രഥമനും പഴവും പപ്പടവും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യ എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് നിന്ന് ഒന്നും കൊണ്ടുതരാറൊന്നും അങ്ങനത്തെ ഒരു നെയ്ബേഴ്സ് ഇല്ല. നമ്മൾ അങ്ങോട്ടും അങ്ങനെ ഇല്ല, ഇങ്ങോട്ടും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഓണത്തിന് കിട്ടില്ല. ഇതിപ്പോൾ ഓണത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങൾക്ക് വന്ന് പെട്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഒരു ദിവസം ഇന്ന് മാത്രമേ കിട്ടിയുള്ളൂ. കാരണം എല്ലാ ദിവസവും കല്യാണം, ഫംഗ്ഷൻ, പരിപാടിയായിട്ട് കുറേ ദിവസം വെക്കേഷൻ തുടങ്ങിയാലേ ഞങ്ങൾ നോക്കുന്നു ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടുന്നില്ല. ഇതിന് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തു, 2-3 ഫാമിലി പോയി ഞങ്ങളുടേത്. ഒന്ന് ദുബായിലേക്ക് പോയി, ഒന്ന് ഖത്തറിലേക്ക് പോയി, ഒന്ന് എറണാകുളത്തേക്ക് പോയി. അങ്ങനെ 3 ഫാമിലി പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് കഴിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. പിന്നെ സദ്യ കഴിച്ച മസ്തിരി എല്ലാവരും സൈഡായി. ഗെയിംസ് എല്ലാം പലരും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കും ഒന്നിനും കഴിയില്ല. നേരെ മറിച്ച് എനിക്ക് ഒന്നിനും കഴിയില്ല. എന്താ വെച്ചാൽ ഞാൻ രാവിലെ നിങ്ങൾ കണ്ടതല്ലേ, എഴുന്നേറ്റ് അപ്പം ചുട്ടു, അതിനുശേഷം പായസം, ടയേർഡായിട്ട് അങ്ങേയറ്റ ടയേർഡായി പോയിനു. എന്നാലും അടിപൊളിയേനും ഭയങ്കര സംഭവനും എല്ലാവരും എൻജോയ് ചെയ്തിട്ട് കഴിച്ചൊരു സദ്യയേനും. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ സദ്യ വിശേഷങ്ങൾ. ഓണവിശേഷങ്ങൾ എന്ന് പറയാൻ പറ്റൂല, സദ്യ ഉണ്ടാക്കി കഴിച്ച വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. സദ്യ ഉണ്ടാക്കുക, കഴിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ്.